സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2023 ഡിസംബർ മാസം 15-ാം തീയതി വെള്ളിയാഴ്ച. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത്. ആധാറുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. ആധാർ സേവനങ്ങൾക്ക് അമിത ചാർജ് നൽകേണ്ടി വരുന്നുണ്ടോ? ഇനി അത് നടക്കില്ല. കർശന നടപടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ആധാർ സേവനങ്ങൾക്ക് അമിത നിരക്ക് ഈടാക്കുന്നതായി കണ്ടെത്തിയാൽ ആ ഓപ്പറേറ്ററെ സസ്പെൻഡ് ചെയ്യുമെന്നും ആ ഓപ്പറേറ്ററെ നിയമിച്ച രജിസ്ട്രാർക്ക് 50,000 രൂപ പിഴ ചുമത്തുമെന്നും കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചു. ബയോമെട്രിക്, ഡെമോഗ്രാഫിക് വിശദാംശങ്ങളുടെ അപ്ഡേറ്റ് ഉൾപ്പെടെ ആധാർ സേവനങ്ങൾക്ക് അമിത നിരക്ക് ഈടാക്കരുതെന്നാണ് എല്ലാ ആധാർ ഓപ്പറേറ്റർമാരോടും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിൽ രേഖാമൂലം അറിയിച്ചതാണ് ഇക്കാര്യം. ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമത്തെ കാര്യം സ്വർണവുമായി ബന്ധപ്പെട്ട വില നിലവാരത്തെക്കുറിച്ചാണ്. റെക്കോർഡ് വിലയിലെത്തിയ ശേഷം 10 ദിവസമായി താഴോട്ട് വന്ന സ്വർണ്ണവില ഇന്ന് വീണ്ടും കുതിച്ചുയർന്നു. ഗ്രാമിന് 100 രൂപയും പവന് 800 രൂപയുമാണ് ഒറ്റയടിക്ക് കൂടിയത്. ഇതോടെ പവന് 46,120 രൂപയായി. ഗ്രാമിന് 5,765 രൂപയാണ് വില. 10 ദിവസം മുമ്പ് ഡിസംബർ 4-നാണ് സ്വർണം ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന വിലയായ 47,080 രൂപയിലെത്തിയത്. തുടർന്ന് ഘട്ടം ഘട്ടമായി ഇടിഞ്ഞിരുന്നു. ഇടയ്ക്ക് 2 ദിവസം നേരിയ വർധന രേഖപ്പെടുത്തിയെങ്കിലും ഇന്നലെ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് വിപണനം നടന്നത്. 45,320 രൂപയായിരുന്നു ഇന്നലെ ഒരു പവൻ്റെ വില. 10 ദിവസം കൊണ്ട് 1,760 രൂപയാണ് കുറഞ്ഞത്. ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പേര് വ്യാജമായി ഉപയോഗിച്ച് വ്യക്തികളെ കബളിപ്പിക്കുന്ന ഓൺലൈൻ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി ലുലു ഗ്രൂപ്പ് എത്തിയിരിക്കുകയാണ്. ഹൈപ്പർ മാർക്കറ്റ് പ്രൊമോഷൻ എന്ന വ്യാജേന ക്രിസ്മസ് പുതുവത്സര സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്താണ് വ്യാജ പ്രചരണം നടക്കുന്നത്. വ്യാജ വെബ്സൈറ്റുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ ചാനലുകളിലൂടെയുമാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പേരിൽ ഇല്ലാത്ത സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തുള്ള വ്യാജ ലിങ്ക് ആളുകൾക്ക് അയച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിനെ കുറിച്ച് അറിയുമോ? എത്ര വയസ്സായി? ലുലു ഹൈപ്പർ മാർക്കറ്റിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു? നിങ്ങൾ പുരുഷനാണോ സ്ത്രീയാണോ തുടങ്ങിയ ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇതിന് ഉത്തരം നൽകുന്നതിന് പിന്നാലെ വിലയേറിയ സമ്മാനങ്ങൾ ലഭിച്ചെന്ന് തെറ്റിദ്ധരിപ്പിക്കും. ഈ സമ്മാനങ്ങൾ ലഭിക്കാൻ ലിങ്ക് 20 പേർക്കോ 5 വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കോ ഫോർവേഡ് ചെയ്യണം തുടങ്ങിയ നിബന്ധനകളും എത്തും. സമ്മാനം ലഭിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് ഫോർവേഡ് ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ നിരവധി പേരിലേക്കാണ് എത്തുന്നത്. ഇത്തരം തട്ടിപ്പിൽ അകപ്പെടാതെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നാണ് ലുലു മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി സൂചിപ്പിക്കാനുള്ള കാര്യം AI ക്യാമറ കണ്ണിൽ നിന്നും നമ്പർ പ്ലേറ്റ് മറച്ചുവെച്ച് രക്ഷപ്പെടാമെന്ന് ഇനി കരുതണ്ട. വാഹന ഉടമകളെ കണ്ടെത്തി ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള കർശന നടപടിയിലേക്ക് RTO എൻഫോഴ്സ്മെന്റ് കടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉടമകളെ തപ്പി വീട്ടിലെത്തുന്നുമുണ്ട്. നിരവധി കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കേസുകളുടെ എണ്ണം പെരുകിയതോടെയാണ് നടപടികളുമായി മുന്നോട്ടു പോകാൻ അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ഇത്തരക്കാരെ കണ്ടെത്തി പണിയും നടപടിയും തുടങ്ങിയിട്ടുണ്ട് അധികൃതർ. അതേസമയം അതിവേഗത്തിൽ പായുന്ന ഇരുചക്ര വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മറക്കുന്നത് അപകടത്തിന് വഴിവെക്കുമെന്നും RTO ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത്തരം അഭ്യാസം പയറ്റുന്നതിൽ 70% യുവാക്കളാണെന്നും നിയമലംഘനം ആവർത്തിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് തീരുമാനമെന്നും ബന്ധപ്പെട്ട അധികൃതർ ചൂണ്ടിക്കാട്ടി. ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമത്തെയും ഏറ്റവും അവസാനത്തെയും അപ്ഡേറ്റ്സ് നോക്കാം. ഡിസംബർ 16 മുതൽ 18 വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഡിസംബർ 17-ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 17-ന് എറണാകുളം ജില്ലയിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 1.0 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അതേസമയം 15 മുതൽ 17 വരെ കന്യാകുമാരി തീരം, അതിനോട് ചേർന്നുള്ള മാലദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു. ഇത്തരം അപ്ഡേറ്റ്സുകൾക്കും അറിയിപ്പുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.